ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു മന്തി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3-4 തവണ കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിവിടെ ചിക്കൻ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ വെച്ചാണ് ഇന്നിവിടെ മന്തി ഉണ്ടാക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് ചിക്കൻ പീസെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ട് ചിക്കനിലെല്ലാം ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. ചിക്കനിലോട്ട് നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചിക്കൻ സ്റ്റോക്സ് ആണ്. ഞാനിവിടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു കവറിൽ 2 ചെറിയ ക്യൂബ്സ് ഉണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ 2 ചെറിയ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇതും വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആവശ്യമുള്ളത് മല്ലിയിലയും പുതിനയിലയുമാണ്. മല്ലിയില ചേർക്കുന്നതിനേക്കാളും ഇത്തിരി അളവ് കുറച്ച് വേണം പുതിനയില എടുക്കാൻ. അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒലിവ് ഓയിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരെ ഓയിൽ ചേർക്കാവുന്നതാണ്. പിന്നെ കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷമുള്ള ചിക്കനാണിത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. പിന്നെ ഒന്ന് ബോയിൽ ആയതിനു ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. ചിക്കനിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കാണുന്ന വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഈ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ ഒന്ന് നോക്കുക, ഒരു ഭാഗമായെങ്കിൽ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. റൈസിൻ്റെ വെള്ളം തിളച്ചെങ്കിൽ അതിലേക്ക് 5 ഗ്രാമ്പൂ, 5 ഏലയ്ക്ക, 1 കഷ്ണം കറുവാപ്പട്ടയും 1 ഡ്രൈ ലെമണും ആവശ്യത്തിനൊപ്പം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. ഒരു 7-8 മിനിറ്റൊക്കെ ആയപ്പോൾ റൈസ് കുക്കായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാകമായപ്പോഴത്തേക്കും റൈസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെള്ളം തോരാനായിട്ട് ഇറക്കി വെച്ചു. അങ്ങനെ റൈസിൻ്റെ വെള്ളം എല്ലാം തോർന്നതിന് ശേഷം ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കുക. ചിക്കൻ വെന്തെങ്കിൽ ചൂടോടുകൂടി തന്നെ റൈസ് നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. റൈസ് തിളപ്പിച്ചപ്പോൾ കൊടുത്ത ഡ്രൈ ലെമണാണ് ഇതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കളറിന് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാലില്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലും ഒഴിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 5-6 ചില്ലി എടുത്ത് അതും കൂടി റൈസിൻ്റെ മേളിലോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. ചില്ലിയുടെ ഫ്ലേവർ ഒന്ന് റൈസിലോട്ട് ഇറങ്ങാനും അതേപോലെ തന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് കഴിക്കാനും വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചാർക്കോൾ എടുത്ത് അതും ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത്തിരി ഓയിൽ ഒഴിക്കുമ്പോൾ നല്ലതുപോലെ സ്മോക്ക് വരും. ആ സമയത്ത് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ദം ചെയ്തെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്താൽ മതിയാവും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത്. അതിനുശേഷം നമുക്ക് ചിക്കനും റൈസും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ മന്തി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. റൈസിൻ്റെ വേവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. റൈസ് ഒത്തിരി വെന്ത് പോകാതെ നോക്കിയാൽ മതിയാവും. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മന്തിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചട്നിയും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും തക്കാളിയൊക്കെ വെച്ചുണ്ടാക്കിയ ചട്നിയാണ്. അതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.